കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന IPL 2026 ഒരു ഹൈ സ്കോറിംഗ് മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 വിക്കറ്റിന് തകർത്തു. ഈ തോൽവിയോടെ ചെന്നൈ സൂപ്പർ കിങ്സിന് ഈ IPL സീസണിൽ തുടർച്ചയായ രണ്ടാം തോൽവിയായി. ആദ്യ രണ്ട് മത്സരങ്ങളും തോറ്റ ചെന്നൈക്ക് ഇനിയും വിജയക്കൊടി പാറിക്കാൻ കഴിഞ്ഞിട്ടില്ല. CSK ഉയർത്തിയ 209 റൺസിന്റെ വലിയ വിജയലക്ഷ്യം പഞ്ചാബ് കിങ്സ് 18.4 ഓവറിൽ അനായാസം വിജയം കണ്ടു. അവരുടെ ബാറ്റിംഗ് മികവ് ഒന്നുകൂടി തെളിയിക്കുന്നതായിരുന്നു ഈ പ്രകടനം. ഈ തോൽവി ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിന്റെ നായകത്വത്തിന് മേൽ ചോദ്യചിഹ്നമുയർത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ടീമിന്റെ ബോളിംഗ് പ്രകടനത്തെക്കുറിച്ച്. മത്സരത്തിൽ ഒരുപാട് വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനങ്ങൾ കാണാൻ സാധിച്ചു. CSKയുടെ ആയുഷ മാത്രം 43 പന്തിൽ നിന്ന് തകർപ്പൻ റൺസടിച്ചപ്പോൾ പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 29 പന്തിൽ 50 റൺസെടുത്ത് തന്റെ ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. സ്പിന്നിന് പേരുകേട്ട ചിദംബരം സ്റ്റേഡിയത്തിലെ പിച്ചിൽ ഒരു മികച്ച മത്സരം നടന്നെങ്കിലും പഞ്ചാബ് കിങ്സിന്റെ ബാറ്റ്സ്മാൻമാർക്ക് സാഹചര്യങ്ങളോട് നന്നായി ഇണങ്ങിച്ചേരാൻ കഴിഞ്ഞത് വിജയത്തിന് നിർണായകമായി. എപ്പോഴും മികച്ച തുടക്കം കുറിക്കാൻ ശീലിച്ചിട്ടുള്ള സൂപ്പർ കിങ്സിന് ലഭിച്ച ഈ ആദ്യത്തെ തിരിച്ച് IPL 2026 സീസണിലെ കടുത്ത മത്സരത്തെയാണ് കാണിക്കുന്നത്. ടീം ഉടൻ തന്നെ തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റിയെഴുതേണ്ട സമ്മർദ്ദത്തിലുമാണിപ്പോൾ. IPL 2026 സീസൺ മാർച്ച് 28 തുടങ്ങി മെയ് 31 വരെ നീളും. 10 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ ആകെ 74 മത്സരങ്ങളുണ്ടാകും. സാധാരണ പോലെ പോയിന്റ് പട്ടികയിലെ ആദ്യ 4 ടീമുകളാണ് പ്ലേ ഓഫിലേക്ക് കടക്കുക. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ സൂപ്പർ കിങ്സ് നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസ് എന്ന മികച്ച സ്കോർ നേടി. യുവതാരം ആയിഷ മഹാദ്രയുടെ തകർപ്പൻ പ്രകടനമാണ് CSKയുടെ ഇന്നിംഗ്സിന് കരുത്തായത്. വെറും 43 പന്തിൽ നിന്ന് 73 റൺസാണ് മഹാദ്ര അടിച്ചുകൂട്ടിയത്. ഭയമില്ലാത്ത ഷോട്ടുകളിലൂടെയും കൃത്യമായ ബൗണ്ടറികളിലൂടെയും മഹാദ്ര കളിയുടെ ഗതി മാറ്റി. മഹാദ്രയുടെ ഈ ആക്രമണോത്സുകമായ ബാറ്റിംഗ് തുടക്കത്തിൽ ടീമിന് വലിയൊരു കുതിപ്പ് നൽകി. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദുമായി ചേർന്ന് രണ്ടാം വിക്കറ്റിൽ 96 റൺസിന്റെ നിർണായക കൂട്ടുകെട്ടും മഹാദ്ര പടുത്തുയർത്തി. ഗെയ്ക്വാദ് 28 റൺസ് സംഭാവന ചെയ്തു. സഞ്ജു സാംസൺ തുടക്കത്തിൽ തന്നെ ഒരു വലിയ ഷോട്ടിന് ശ്രമിക്കുന്നതിനിടെ പുറത്തായെങ്കിലും സൂപ്പർ കിങ്സ് നല്ലൊരു റൺറേറ്റ് നിലനിർത്തി. പിന്നീട് ഇന്നിംഗ്സിന്റെ അവസാനഘട്ടത്തിൽ ശിവം ദുബെ തകർപ്പൻ പ്രകടനവുമായി കളം നിറഞ്ഞു. വെറും 28 പന്തിൽ നിന്ന് 5 ഫോറും ഒരു സിക്സുമടക്കം പുറത്താകാതെ 45 റൺസാണ് ദുബെ അടിച്ചുകൂട്ടിയത്. സർഫറാസ് ഖാനും 12 പന്തിൽ നിന്ന് അതിവേഗം 32 റൺസ് നേടി CSKയെ 200 റൺസ് കടത്തിവിട്ടു. എന്നാൽ മധ്യ ഓവറുകളിൽ ഒരു ചെറിയ വേഗത കുറവ് പ്രകടമായിരുന്നു. 10ാം ഓവറിനും 15ാം ഓവറിനുമിടയിൽ CSK ആകെ നേടിയത് 45 റൺസ് മാത്രം. ദുബെയും ഖാനും പിന്നീട് കളിക്ക് വേഗത കൂട്ടുന്നതിന് മുൻപായിരുന്നു ഇത്. 209 റൺസ് എന്ന ഈ വെല്ലുവിളി നിറഞ്ഞ സ്കോർ ചെപ്പോക്കിലെ പിച്ചിൽ മത്സരരംഗത്ത് ഒരു മികച്ച ടോട്ടലായിട്ടാണ് കണക്കാക്കുന്നത്. മത്സരം മുന്നോട്ടു പോകുമ്പോൾ സ്പിന്നർമാർക്ക് മുൻതൂക്കം ലഭിക്കുന്ന പിച്ചാണല്ലോ ചെപ്പോക്കിലേത്. ചെന്നൈ സൂപ്പർ കിങ്സ് ഉയർത്തിയ 210 റൺസ് എന്ന വലിയ ടാർഗറ്റ് പിന്തുടർന്ന് പഞ്ചാബ് കിങ്സ് തകർപ്പൻ ഓപ്പണിംഗ് കൂട്ടുകെട്ടുമായിട്ടാണ് ചേസ് തുടങ്ങിയത്. ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ പ്രിയാൻഷ് ആര്യ പ്രഭ്സിമ്രൻ സിംഗിനൊപ്പം ഓപ്പൺ ചെയ്തു. വെറും 11 പന്തിൽ 39 റൺസെടുത്ത് തുടക്കത്തിലെ കളി പിടിക്കുകയായിരുന്നു. അതിൽ തുടർച്ചയായ ബൗണ്ടറികളും ഒരടിപൊളി സിക്സുമെല്ലാം. പ്രഭ്സിമ്രൻ സിംഗ് അതേ ആക്രമണ ശൈലി തുടർന്നു. 34 പന്തിൽ 43 റൺസ് നേടി. അങ്ങനെ ആവശ്യമായ റൺറേറ്റ് ഒട്ടും കൂടാതെ അവർക്ക് നോക്കാൻ പറ്റി. ഈ തകർപ്പൻ തുടക്കം കിങ്സിന്റെ വിജയകരമായ ചേസിന് നല്ലൊരു അടിത്തറയിട്ടു. പിന്നീട് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ കളിയേറ്റെടുത്തു. വെറും 29 പന്തിൽ 50 റൺസ് നേടി ഒരു ക്യാപ്റ്റൻ ഇന്നിംഗ്സ് തന്നെ കളിച്ചു. അയ്യർ ഇന്നിംഗ്സ് ഭംഗിയായി നിയന്ത്രിച്ചു. നെഹാൽ വധേരിയുമായി ചേർന്ന് നിർണായകമായ 59 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി. ചെന്നൈയുടെ സ്പിന്നർമാരെ നന്നായി അടിച്ചൊതുക്കുകയും ചെയ്തു. കൂപ്പർ കൊണോളി 22 പന്തിൽ 36 റൺസെടുത്ത് ഒരു പ്രധാനപ്പെട്ട സംഭാവന നൽകി. ഇത് റണ്ണിരക്ക് പിന്നെയും ഉയർത്തി. സാധാരണയായി സ്പിന്നറിയാൻ നല്ല സഹായം കിട്ടുന്ന ചെപ്പോക്ക് പിച്ചിൽ പഞ്ചാബ് കിങ്സ് ബാറ്റ്സ്മാൻമാർ നല്ല രീതിയിൽ പൊരുത്തപ്പെട്ട് കളിച്ചു. അവരുടെ ആക്രമണ ശൈലി കാരണം പിച്ചിന്റെ ആ സ്പിൻ അനുകൂല്യമില്ലാതായി. വിക്കറ്റുകൾ ഇടയ്ക്കിടെ വീണുപോയെങ്കിലും റൺസ് ഒട്ടും കുറഞ്ഞില്ല. അതുകൊണ്ട് അവർക്ക് ആവശ്യമായ റൺറേറ്റിന് മുന്നിൽ നിൽക്കാൻ പറ്റി. അങ്ങനെ ഒരു തകർപ്പൻ ബാറ്റിംഗ് പ്രകടനത്തിലൂടെ അവർ കളി വിജയിക്കുകയായിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബൌളിംഗ് നിരക്ക് പഞ്ചാബ് കിങ്സിന്റെ തകർപ്പൻ ബാറ്റിംഗിന് മുന്നിൽ പതറിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ചും നിർണായകമായ മധ്യ ഓവറുകളിലും ഡെത്ത് ഓവറുകളിലുമായിരുന്നു ഈ പ്രശ്നം. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് തന്നെ തോൽവിയുടെ കാരണം തുറന്നു പറഞ്ഞിട്ടുണ്ട്. സ്പിന്നർമാർക്ക് ഒരു മോശം ദിവസമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. രാഹുൽ ചഹാറിനെയും നൂർ അഹമ്മദിനെയും പേരെടുത്ത് പറയുകയും ചെയ്തു. CSKയുടെ ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ രാഹുൽ ചഹാർക്ക് അതൊരു മോശം ദിവസമായിരുന്നു. 4 ഓവറിൽ 46 റൺസ് വഴങ്ങിയ രാഹുലിന് ഒരു വിക്കറ്റ് പോലും നേടാനായില്ല. രാഹുലിന്റെ ഈ പ്രകടനം പഞ്ചാബ് കിങ്സിന് റൺ ഒഴുക്ക് നിലനിർത്താൻ വലിയ സഹായമായി. 3 പേസ് ബൌളർമാരും 2 റിസ്റ്റ് സ്പിന്നർമാരും ഉണ്ടായിട്ടും കാര്യങ്ങൾ കൃത്യമായി നടപ്പിലായില്ലെന്ന് ഗെയ്ക്വാദ് സമ്മതിച്ചു. പേസ് ബൌളർമാരായ മാറ്റ് ഹെൻറിയും അൻഷുൽ കാംബോജും റൺസ് വാരിക്കോരി നൽകി. മാറ്റ് ഹെൻറി 54 റൺസ് വഴങ്ങി 2 വിക്കറ്റും അൻഷുൽ കാംബോജ് 43 റൺസ് വഴങ്ങി 2 വിക്കറ്റും വീഴ്ത്തി. റൺ ഒഴുക്ക് കാര്യക്ഷമമായി തടയാൻ ഇവർക്കും കഴിഞ്ഞില്ല. പ്രധാനപ്പെട്ട സമയങ്ങളിൽ എതിരാളികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ ടീമിന് കഴിഞ്ഞില്ലെന്ന് സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ വിഷമം പറഞ്ഞു. അതോടെ റൺ പിന്തുടരുന്ന ടീമിന് ആവശ്യമായ റൺറേറ്റ് അനായാസം നേടാൻ സാധിച്ചു. നല്ല ഓവറുകൾ പോലും ഒരൊറ്റ ബൗണ്ടറിയോ സിക്സോ അടിച്ചു കളഞ്ഞതിലൂടെ തുടർച്ചയായ സമ്മർദ്ദം ചെലുത്താൻ ടീമിന് കഴിഞ്ഞില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാഹുൽ ചഹാറിനെ ഇമ്പാക്ട് പ്ലെയറായി ഇറക്കാനുള്ള തന്ത്രപരമായ തീരുമാനം ഒരുപക്ഷേ കളി നഷ്ടപ്പെടുത്തിയ ഒരു നീക്കമായിരുന്നെന്ന് ഗെയ്ക്വാദ് തന്നെ സമ്മതിച്ചു. അന്നത്തെ CSKയുടെ ബൌളിംഗ് തന്ത്രങ്ങളിലെ പിഴവുകൾക്ക് ഇത് അടിവരയിടുകയും ചെയ്യുന്നു. പഞ്ചാബ് കിങ്സിനോട് 5 വിക്കറ്റിന് തോറ്റതോടെ ചെന്നൈ സൂപ്പർ കിങ്സ് IPL 2026 പോയിന്റ് ടേബിളിൽ അത്ര സുഖകരമല്ലാത്ത വെല്ലുവിളി നിറഞ്ഞ ഒരു അവസ്ഥയിലായിരിക്കുകയാണ്. ആദ്യത്തെ 2 മത്സരങ്ങളിലും തോൽവി ഏറ്റുവാങ്ങിയത് അവർക്ക് കനത്ത തിരിച്ചടിയായി. ഒരു പുതിയ ക്യാപ്റ്റന്റെ കീഴിൽ തുടർച്ചയായി 2 തോൽവികളോടെ ഒരു IPL സീസൺ തുടങ്ങുന്നത് CSKയുടെ ചരിത്രത്തിൽ ഇത് 2ാം തവണ മാത്രമാണ്.
5 തവണ ചാമ്പ്യന്മാരായ ടീമിന്റെ ഇപ്പോൾ എത്രത്തോളം ഗുരുതരമാണെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. ക്യാപ്റ്റൻ ഋതുരാജ് ഗേവാദിന്റെ നേതൃത്വം ഇപ്പോൾ വലിയ ചോദ്യം ചെയ്യലുകൾ നേരിടുകയാണ്. ക്യാപ്റ്റനായി കളിച്ച 20 മത്സരങ്ങളിൽ 12ലും തോറ്റെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പരിചയസമ്പന്നനായ എം.എസ്. ധോണിക്ക് പരിക്കേറ്റ് ടീമിലില്ലാത്തതും അവരുടെ വെല്ലുവിളികൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം വലിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഇത് അവരുടെ തുടർച്ചയായ രണ്ടാം വിജയം പോയിന്റ് പട്ടികയിൽ അവരെ മുന്നോട്ട് കുതിക്കാൻ സഹായിക്കുകയും ചെയ്യും. 209 റൺസ് വിജയകരമായി പിന്തുടർന്നത് അവരുടെ ബാറ്റിംഗ് നിരയുടെ കരുത്തും ഏത് സാഹചര്യത്തോടും ഇണങ്ങിച്ചേരാനുള്ള കഴിവും തെളിയിക്കുന്നു. ഇത് ടൂർണമെന്റിന്റെ ആദ്യഘട്ടത്തിൽ അവർക്ക് നല്ലൊരു സ്ഥാനമാണ് നൽകുന്നത്. IPL 2026 സീസൺ മുന്നോട്ടു പോകുമ്പോൾ സിഎസ്കെയ്ക്ക് വലിയ സമ്മർദ്ദമാണ് നേരിടേണ്ടി വരുന്നത്. പ്ലേ ഓഫ് പ്രതീക്ഷകൾ കൈവിട്ടു പോകാതിരിക്കണമെങ്കിൽ തിരിച്ചുവന്ന് വിജയവഴികളിലേക്ക് എത്തേണ്ടത് അത്യാവശ്യമാണ്. മത്സരങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നതിനും ആക്കം കൂട്ടുന്നതിനും ഊന്നൽ നൽകണമെന്ന് ഗേവാദ് പറഞ്ഞു. പ്രത്യേകിച്ച് ബൌളിംഗിൽ ടീം മെച്ചപ്പെടേണ്ടതുണ്ടെന്നും അദ്ദേഹം സമ്മതിച്ചു. വരാനിരിക്കുന്ന മത്സരങ്ങൾ സൂപ്പർ കിങ്സിന് നിർണായകമായിരിക്കും. തങ്ങളുടെ തിരിച്ചുവരവിനുള്ള ശേഷിയും ഒരു ചാമ്പ്യൻ ടീമിന്റെ പാരമ്പര്യവും അവർക്ക് തെളിയിക്കേണ്ടതുണ്ട്. അതേസമയം ഈ മികച്ച പ്രകടനം തുടരാനാണ് പഞ്ചാബ് കിങ്സ് ശ്രമിക്കുക.